ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗുരുവായൂരിൽ ദർശനത്തിന് വരുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയുള്ള അറിവ്. 7 മണിക്ക് ശേഷമാണ് അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് എത്തുന്നത്. പ്രധാനമന്ത്രിയെപ്പോലുള്ള ഇത്രയും പ്രോട്ടോക്കോൾ ഇതിലുള്ള ഒരു വ്യക്തി ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവും. 7 മണിക്ക് 6 മണി മുതൽ തന്നെ എന്ത് ചെയ്യുന്നു നിയന്ത്രണങ്ങൾ ഉണ്ടാവും. 6:45 ആണ് ഇവിടെ ശീവേലി കൃത്യമായിട്ട് അമ്പലത്തിനകത്തുള്ള എല്ലാ ചടങ്ങുകളും അത് കൃത്യമായിട്ട് തന്നെ നടക്കും. ശീവേലിക്ക് ശേഷം എന്ത് ചെയ്യില്ല, അമ്പലത്തിനകത്ത് ഒരാൾക്കും പ്രവേശനം ഉണ്ടാവില്ല. പിന്നീട് പ്രധാനമന്ത്രി പോകുന്നത് വരെ എന്തുണ്ടാവും, ക്ഷേത്രവും പരിസരവും SPGയുടെ നിയന്ത്രണത്തിലായിരിക്കും. വിവാഹങ്ങളെ സംബന്ധിച്ച് ആ സമയത്ത് ആ സമയത്ത് നടക്കുന്ന വിവാഹങ്ങൾക്ക് ചില സമയക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് വേറെ വിവാഹങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണയില്ല. അതൊക്കെ അവർ PMO ഓഫീസിൻ്റെ പെർമിഷൻ അനുസരിച്ചാണ് അത് നടത്തുക. ഗുരുവായൂർ ദേവസ്വം ഇപ്പോഴും എന്ത് ചെയ്യുന്നു, പ്രധാനമന്ത്രിയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ നിയന്ത്രണങ്ങൾ നടത്തുന്നുണ്ട്. ആ സമയത്ത് എന്തില്ല, വിവാഹങ്ങൾ ക്ഷേത്രത്തിനകത്ത് ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ആ സമയത്ത് നടക്കേണ്ട വിവാഹങ്ങൾ 9 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പോ അത് ആ വിവാഹ പാർട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ വഴിപാടുകളാണ് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല. തുലാഭാരം നടത്തുന്നു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പം തുലാഭാരം നടത്താൻ ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞു. അത് തൽക്കാലം ഞങ്ങൾ അന്നത്തെ ദിവസം, കാരണം ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ കുട്ടികളുടെ കൂടെ രക്ഷിതാക്കൾ ഇതൊക്കെ ഈ തിരക്കൊക്കെ വന്നു, അതുകൊണ്ട് അത് മുൻകൂട്ടി തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്ര മതി, വേറെ ഒന്നും വേണ്ട.